വട്ട് പോന്നേ, നാട്ടുകാരെ ഓടി പറഞ്ഞേ വട്ട് പോന്നേ. ഹലോ, നമുക്കിന്നൊരു ചെറിയൊരു സ്ഥലം വരെ പോകാം. കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, ആദ്യം തന്നെ മനസ്സിലാവും ഏത് സ്ഥലമാണെന്നുള്ളത്. അത് ഫസ്റ്റ് സീനറിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ. ഇപ്പോൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാരണമെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ അജയേട്ടനാണ് വിളിക്കുന്നത്. അന്നേരം അജയേട്ടൻ ലീവിന് വന്നത് മൺഡേ ആണ്, ഫ്രൈഡേ പോകും. അന്നേരം ഈ ഒരു 5 days കുഞ്ഞിന് ക്ലാസ്സുള്ള ദിവസമല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഈവനിങ് ടൈമിൽ അവളുടെ ക്ലാസ് കട്ട് ചെയ്യാതെ തന്നെ ഒരു ട്രിപ്പ് ജസ്റ്റ് അവളെ ഒരു ഹാപ്പി ആക്കാനായിട്ടൊക്കെ പോകാമെന്ന് വെച്ചു. നല്ല മഴയുള്ള ടൈമായിരുന്നു ഞങ്ങൾ സത്യത്തിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ പോകുന്ന ഈ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കുഞ്ഞിനെ കൊണ്ട് പോകുന്നതുകൊണ്ട് ചെറിയതായിട്ടൊന്ന് പേടിച്ചാൽ പോയത്. കാരണം മഴയൊക്കെ ആയാൽ ഇച്ചിരി ഡേഞ്ചർ അല്ലേ. അന്നേരം ഇച്ചിരി ഹില്ലേരിയാണ്. അന്നേരം എങ്ങനെയൊന്നും പേടിച്ചാണ് ഞങ്ങൾ പോയത്. ഇപ്പം കാണുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആയിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. പോയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണ് പോയത്. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യമെന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള മഴയും ഉണ്ടായില്ല. നല്ല കാറ്റായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളെക്കാൾ ഉപരി കുഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തു. മുമ്പ് ഞങ്ങളിവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ല പോകുന്നത്. പക്ഷെ മുമ്പ് പോയതും ഇന്ന് പോയതുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതായത് തിരക്കില്ലായിരുന്നു, വണ്ടി ഇടാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളിനി പോകുന്ന പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അവിടെയൊന്നും തിരക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഹൃതിക്കുട്ടിയുടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, കലാപരിപാടികളുണ്ട് ഇനി മുന്നോട്ട്. അന്നേരം അവളെ ഹൃതിന്ന് വിളിക്കും, പാറുവെന്നും വിളിക്കും, രണ്ടും വിളിക്കും കേട്ടോ. പാറുവെന്ന് വിളിക്കേണ്ടവർക്ക് പാറുവെന്ന് വിളിക്കാം, ഹൃതിന്ന് വിളിക്കേണ്ടവർക്ക് ഹൃതിന്ന് വിളിക്കാം. അവൾ ഭരത്തിൻ്റെ പുറകിൽ ഒളിച്ചൊക്കെ കളിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. കുറച്ച് റീൽസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഞാൻ അവളെ കൊണ്ട് എടുപ്പിക്കുക. കുറച്ച് പാടാണ് എടുപ്പിക്കാനായിട്ട്, നിന്ന് തരുമൊന്നും ഇല്ല. പിന്നെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഓക്കെ ചെയ്തോളും. തെന്നി അടിച്ച് വീഴണം ഇപ്പം. കട്ട് പറഞ്ഞില്ലല്ലോടി. വട്ട് പോന്നേ, നാട്ടുകാരെ ഓടി പറഞ്ഞേ വട്ട് പോന്നേ. ഇനിയിപ്പം തിരിച്ചു പോകാനുള്ള സമയമായി. ഞങ്ങൾക്കിനി മൊട്ടക്കുന്നിലൂടെ പോകണം. അന്നേരം കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ അവളെ കൊണ്ട് ഞാൻ എടുപ്പിക്കുമായിരുന്നു. ഇപ്പോഴല്ലേ പറ്റത്തുള്ളൂ, പിന്നെ അവൾ നിന്ന് തരൂലല്ലോ. ഇവർ തമ്മിലുള്ള ബോണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്നാ തോന്നുന്നു? നല്ലൊരു ബോണ്ടാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. സാധാരണ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്ക് നമ്മുടെ സ്പെഷ്യലല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ്. നല്ല രസമാണ് രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട്. പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് വന്നു കഴിയുമ്പോഴത്തേനുള്ള സ്നേഹം അത് അറിയാമല്ലോ. മാസത്തിൽ ഒരു 4-5 ദിവസമേ അവളുടെ കൂടെ കിട്ടാറുള്ളൂ അച്ഛനെ. അജയേട്ടന് മുമ്പ് മൊട്ടക്കുന്നി വന്നിട്ടുണ്ട്. പക്ഷേ ഞാനും കുഞ്ഞും ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. ഞാൻ അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്കാട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കറക്റ്റ് ഞാൻ ഫോട്ടോ എടുത്ത ടൈമിൽ അങ്ങനെ ഒരു ഇത് വന്നു എനിക്ക്. പിന്നെ ഈ സ്ഥലം ഇത് റിവറാണോ അതോ ലേക്കാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മാനിനെ കണ്ടു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ നിന്ന് ആരും കണ്ടില്ല, പക്ഷെ ഞങ്ങൾ കണ്ടു. കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ഒരു മാൻ അതിലെ ഓടിപ്പോകുന്നത്. ഞാൻ ഇപ്പം അജയേട്ടൻ ഫോട്ടോ എടുത്തതിൻ്റെ കൂടെ അതുണ്ട്, വീഡിയോ എടുത്തതിൻ്റെ കൂടെ അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഞങ്ങളവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു മാൻ അതിലെ ഓടിപ്പോയി. ഞങ്ങൾക്കത് കറക്റ്റ് കിട്ടുകയും ചെയ്തു. സാധാരണ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്ത് തിരക്കുള്ള ഏരിയ ആണെന്നറിയാവോ. പക്ഷെ ആരും ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നല്ല
ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. എന്താ പ്രകൃതിയെ ആസ്വദിക്കുക എന്നൊക്കെ പറയൂല്ലേ, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക. അത് ഞങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഒരു എന്താണ് തിരക്കും ഇല്ലാതെ ഞങ്ങൾക്ക് നല്ലൊരു സ്പേസ് അവിടെ കിട്ടി. കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ മാത്രം ഒരു ഏരിയയിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താണ് കാറ്റെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കുമ്പോഴും ഡ്രസ്സ് പറക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാറ്റെന്ന് വെച്ചാൽ അത്രയ്ക്ക് കാറ്റായിരുന്നു. ഒരു ഈവനിങ് ഒരു 5:30 ആയായിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേന്. ഇനി വീഡിയോ എടുത്തപ്പം പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ യൂട്യൂബിൽ നമ്മൾ ലോങ് വീഡിയോ ഇടേണ്ട ഒരു റെസൊല്യൂഷൻ ഉണ്ടല്ലോ, ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിലല്ല ഞങ്ങൾ വീഡിയോ എടുത്തത്. ഞങ്ങൾ ഫുള്ള് ഷോർട്സ് എടുക്കുന്ന ഫോർമാറ്റിലാണ് എടുത്തത്. ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ഷോർട്സ് എടുക്കുന്ന ഫോർമാറ്റിലാണ് കൂടുതലും മെജോറിറ്റി ഞങ്ങൾ ചെയ്തത്. ആ ഒരു പ്രശ്നമുണ്ട്. ഇനി മുന്നോട്ടുള്ള വീഡിയോസിന് ശ്രദ്ധിക്കും. പക്ഷേ ഇതിനെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, അത് പറ്റിപ്പോയി. അത് ആ ഒരു റെസൊല്യൂഷനിലാണ് ഞങ്ങൾ എടുത്തത്. ഇനിയിപ്പം തിരിച്ചു പോകാനുള്ള ടൈമായി. 5:30 ഞങ്ങളിവിടെ വന്നത്. 6 മണി വരെ ഉള്ളത് അന്നേരം തന്നെ അവർ പറഞ്ഞായിരുന്നു ഓഫീസിൽ നിന്ന്. ഞങ്ങളിനി ഇവിടുന്ന് പോവുകയാണ്. അവൾ നല്ല ടയേർഡായി കേട്ടോ. നല്ല ടയേർഡെന്ന് വെച്ചാൽ അതിലെല്ലാം ഓടിക്കളിച്ച് നല്ല ടയേർഡായി. ആൾ ഉറങ്ങുക. ഇനിയിപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, ഈവനിങ് ആയതുകൊണ്ട് നല്ല കോടയും. ഓക്കെ, ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെ ബായ്.